ഇറാന്റെ 10 യുദ്ധക്കപ്പലുകൾ തകർത്തു, നിരവധിയായ ടാങ്കുകൾ തകർത്തു. ഇറാൻ ഇനി കരമാർഗത്തിലൂടെ ഒന്നും കാര്യമായി മുന്നോട്ടു പോകാൻ കഴിയില്ല, ഇനിയുള്ള വ്യോമമാർഗങ്ങൾ പരിപൂർണമായി ഇല്ലാതാക്കും എന്നൊക്കെ പറയുന്നതാണ് ഇപ്പോൾ നടക്കുന്നത്. അതേസമയം ഇറാൻ ഒരേ സമയം ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ആക്രമണം തുടരുകയാണ്. US എയർബേസും അമേരിക്കയ്ക്ക് പിന്തുണ കൊടുക്കുന്ന രാജ്യങ്ങളെയും ഒരേ സമയം ആക്രമിക്കുന്ന രീതി അത് പതിവില്ലാത്തതാണ്. ഇന്ത്യയിൽ നിന്നും പല രാജ്യങ്ങളിലേക്ക് ജോലി തേടി പോയിട്ടുള്ള ആളുകൾക്ക് അത് അതീവ സമ്മർദ്ദമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു ഗൾഫ് യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങളുടെ കിടപ്പ്. ഇറാനെ തല്ലി തകർത്തുകൊണ്ട് അങ്ങനെ ഒരിക്കലും US-നോ ഇസ്രായേലിനോ ശാശ്വതമായ ഒരു വിജയമോ ഒരു സാമ്പത്തിക ലാഭമോ ഉണ്ടാക്കാൻ കഴിയില്ല. അമേരിക്കയുടെ തിണ്ണമെടുക്ക് നമ്മൾ ലോകത്ത് കണ്ടിട്ടുള്ളതാണ്. ഇറാഖിൽ നിന്നും എണ്ണ ഊറ്റാൻ വേണ്ടി സദ്ദാം ഹുസൈനെ വധിച്ചതും വെനസ്വേലയുടെ പ്രസിഡന്റായ നിക്കോളാസ് മഡൂറോയെ റാഞ്ചി കൊണ്ടുപോയ സംഭവവികാസവും എല്ലാം നടന്ന സംഭവങ്ങളാണ്. ഈ നൂറ്റാണ്ടിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നടത്തേണ്ടത് എന്ന് അമേരിക്ക പറയാൻ സ്ഥാപിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വെറും വ്യാമോഹം മാത്രമാണ് എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിന് കൊടുക്കുന്ന മറുപടി എന്നത് വാക്കുകൊണ്ടല്ല, തങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു സംവിധാനത്തിലേക്കാണ് പോകുന്നത്. ഖമനേയി ഒരു പാശ്ചാത്യ ശക്തികളോടും ഒരു വാണിജ്യ തന്ത്രങ്ങളോടും കീഴ്പ്പെടാത്ത ഒരു വ്യക്തിയാണ്. ഒരു രീതിയിലും അമേരിക്കയുടെ സമ്മർദ്ദ തന്ത്രങ്ങളെ ഭയന്നിരുന്നില്ല. അദ്ദേഹത്തെ ഏതൊക്കെ രീതിയിൽ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടും അതൊന്നും ശരിയാകുന്നില്ല. അദ്ദേഹത്തിനെ വധിക്കുന്നതോടുകൂടി എല്ലാം ശരിയാക്കി കളയാം എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അത് വെറും വ്യാമോഹം മാത്രമാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇറാന്റെ തിരിച്ചടി അതിഭയാനകമായിരിക്കുമെന്ന് വളരെ വ്യക്തമായി തന്നെ കണക്ക് കൂട്ടിക്കൊണ്ട് കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പാണ്. അമേരിക്കയുടെ പലയിടത്തെയും എയർബേസുകൾ ഒരേ സമയം തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇവിടം കൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല. ഇത് യുദ്ധത്തിലേക്ക് പരിണമിക്കുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം അമേരിക്കയ്ക്ക് തന്നെയാണ്. സൗദിയിലെ ആരാംകോ എണ്ണപ്പാടത്തേക്ക് വീണ്ടും ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്. അതായത് ഇസ്രായേലും അമേരിക്കയും നടത്തുന്ന ഈ ഡെഡ്ലി ഗെയിം അത് അതിൻ്റെ പര്യവസാനത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ഇറാൻ പല സ്ഥലങ്ങളിലും അനന്തമായ സാധ്യതകൾ തുറക്കുകയാണ്. റഷ്യയുമായിട്ടുള്ള സൗഹൃദം ഒരു രീതിയിലും വിള്ളൽ വരില്ല. റഷ്യ ശക്തമായി ചൈനയുമായി ചേർന്നുകൊണ്ടുള്ള ഒരു ലീഗ് ഫോർമേഷൻ തന്നെയാണ്. അതായത് ഇറാന് സംരക്ഷണ കവചമൊരുക്കാൻ റഷ്യ തീരുമാനിച്ചിരിക്കുന്നു. എങ്ങനെയാണോ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളായ ഇസ്ഫഹാനിലും ഫോർദോയിലുമൊക്കെ റഷ്യ സഹായങ്ങൾ ഒരുക്കിയത് അത് ഒന്നുകൂടി ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ്. ഇറാനിലെ ഭരണത്തെ തകർക്കാൻ പാശ്ചാത്യ ശക്തികളെ അനുവദിക്കില്ല എന്ന് വ്ളാഡിമിർ പുടിൻ ഉറപ്പു നൽകിയിരിക്കുകയാണ്.